അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു നീ നേരത്തെ പറയണോ? അതങ്ങനെയാണ്. നേരത്തെ പറയണം. കല്യാണം കഴിച്ചല്ല ഞാൻ അറിയണത്. 6 കൊല്ലമായിട്ടല്ലേ അത് പറയാളൂ. നിന്റെ മനസ്സിൽ എനിക്ക് അപ്പഴേ അറിയാം. വല്ലോണ്ട് നേരത്തെ. ഹലോ ഹലോ നിർത്ത്. ആരാ? അല്ല ഞാൻ അളിയനാണ്. എന്റെ അളിയനാണ്. എന്റെ അളിയൻ. നീയല്ലേ എന്റെ അളിയൻ? നിന്ന അളിയല്ല, ഇത് എന്റെ അളിയനാണ്. എന്റെ പെങ്ങളാണ് ഈ പുള്ളി കല്യാണം കഴിച്ചിരിക്കുന്നത്. 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ശരി. അന്നൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഒരു 2 പിള്ളേരൊക്കെ ആയതിനു ശേഷം ഈ പുള്ളിക്ക് എന്റെ പെങ്ങളോട് ചെറിയൊരു അകൽച്ച, വേറെ ഏതോ ഒരു പെൺവിഷയവുമായി ചെറിയൊരു കിരികിരിപ്പുണ്ടോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട്. അതിൻ്റെതായിരിക്കും. അല്ല അങ്ങനെയൊന്നുമില്ല. 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്കത് ഫീൽ ചെയ്യണ ഒരു ഡയലോഗ് അവിടെ വായിന്നു. എന്നെ കാക്കയെന്ന് വിളിക്കും. ഞാൻ കറുത്തായോണ്ട് എന്നെ കാക്കയെന്ന് വിളിച്ച് കളിയാക്കണം. ഫീൽ ചെയ്തു. വൈഫ്, എന്റെ വൈഫ്. ഈ കറുത്ത് കരിയായില് പോലെ ഇരിക്കുന്ന ഇവനെ പിന്നെ കാക്കയെന്നല്ലാതെ വെള്ളരിപ്രാവെന്ന് വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റുമോ? അല്ല അളിയ ഒരു കാര്യം മനസ്സിലാക്കണം. കാക്കയ്ക്കും തൻകുന്ന പൊൻകുന്നം മറക്കി. അത് മറക്കരുത്. അതൊരു പഴഞ്ചൊല്ലാണ്. അത് മറക്കരുത്. ഇതാണ് സംഭവം. ഈ പുള്ളിക്ക് ഒരു ചെറിയ ഗ്യാപ്പ്. എന്താണ് അത് അറിയാമോ? എന്താണ് കാരണം? അതായത് കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. ശരി. അപ്പൊ ഞാനും എന്റെ ഭാര്യ, അതായത് ഇവന്റെ പെങ്ങളുമായിട്ട് സുഖമായിട്ട് ജീവിച്ചു വരികയായിരുന്നു. അപ്പത്തേനും ഒരു ദിവസം ഞാനും എന്റെ ഭാര്യയും കൂടെ മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. ആയിക്കോട്ടെ. അപ്പത്തേനും ഇവളെന്നെ കാക്കയെന്ന് വിളിച്ചു. അപ്പത്തേനും അവൾ കണ്ടുവന്ന കൂട്ടുകാരെല്ലാം കൂടി എന്നെ കാക്കയെന്ന് വിളിച്ചു. എനിക്ക് ഭയങ്കര വിഷമായി പോയി. അപ്പത്തേനും ഇതിനും വേണ്ടി അപ്പവും തേനും ഇത് എവിടെ കിടക്കണുണ്ടോ? ആരപ്പോന്തേനും പറഞ്ഞ ഈ അപ്പവും തേനും ഇതിനും വേണ്ടി എവിടെ കിടക്കുന്നു? ആരപ്പോന്തേനും പറഞ്ഞ അപ്പവും തേനും അപ്പോന്തേനും ഒന്നല്ല. പിന്നെ അപ്പത്തേനും അതും ഒരു ഭാഷയാണ്. നിങ്ങൾ അവിടെ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോഴത്തേക്ക് അവിടെ എന്താണ്? അപ്പോൾ അവിടെ അപ്പോൾ കണ്ടാവും. അവിടെ അപ്പോൾ ഇവിടെ അപ്പത്തേനും അത്രേ ഉള്ളൂ. നീ കൂടുതൽ ഞാനേ 3 ഏക്കർ മൂന്നാറിൽ വസ്തു 3 ഏക്കർ സ്ഥലം കൊടുത്താണ് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്താൽ. എന്നിട്ടാണോ ഇങ്ങനെ വഴക്കുണ്ടാകണേ? ഞാൻ കളക്ടറുടെ മകളെയാണല്ലോ കെട്ടിയിരിക്കണത്. കളക്ടർ ഒന്ന് ജപ്തി ചെയ്തോണ്ട് പോയി. പുറമ്പോക്കാണെന്നും പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. കാണാവില്ല. ഒരു വസ്തു നോക്കി നടക്കാൻ പറ്റാത്ത ഇവനാണ് പെണ്ണിനെ. അത് നമ്മുടെ കുടിയേറ്റ ഭൂമിയല്ലേ? അപ്പൊ നീ അവിടെ ഒന്നും കാണണം. കുടിയേറ്റ ഭൂമിയാണ് എനിക്ക് തന്നത്. അതെങ്ങനെയാണെന്ന് അറിയാമോ? അഞ്ചലിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിന് സംഭവം എന്താണെന്ന് അറിയാമോ? ഈ കുടിയേറ്റ ഭൂമി എന്ന് പറഞ്ഞാൽ ഇവന്റെ അച്ഛനും എന്റെ അളിയന്മാരും മക്കളും കൂടെ പോയിരുന്ന് കുടിക്കണ സ്ഥലം കുടിയേറ്റം. അതെനിക്ക് സ്ത്രീധനായിട്ട് തന്നു. അത് സർക്കാർ വന്ന് ജപ്തി ചെയ്തോണ്ട് പോയി. പുറമ്പോക്ക്. ഇവൻ വീട്ടിൽ വന്ന് ഭയങ്കര വെല്ലുവിളി. ഇവനെ സ്നേഹിക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഉണ്ട്. കറുത്ത ആൾക്കാരുടെ കൈപിടിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ഒരാളുണ്ടോ? കാത്തിരുന്ന് വന്നതാണ്. പിന്നെ ഇവിടെ ഉണ്ട്. ഈ ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ടോ? അല്ല അവിടെ അല്ല, ഇവിടെ ഉണ്ട് അകത്ത്. കറുത്ത കൈ പിടിക്കാൻ തയ്യാറുള്ള അല്ല ഒന്ന് ചേർന്ന് തന്നേ. പാലിനകത്ത് ഒറിയോ ബിസ്ക്കറ്റ് ഇട്ട പോലെ ഇരിക്കും. നല്ല ചേർച്ച കൊണ്ടാ. എന്തൊക്കെ പറഞ്ഞാലും സംഭവം ഉണ്ടല്ല. പിടിച്ചോ, എന്റെ കയ്യെ പിടിച്ചോ. കറുത്ത കയ്യെ പിടിക്കുമെന്ന് പറഞ്ഞല്ല. പിടിച്ചോ, എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ ഉപേക്ഷിക്കരുത് എന്നെ. അത് നമ്മള് സിനിമയിലൊക്കെ വെറുതെ അഭിനയിക്കുന്നല്ലേ? ഒരു പാട്ട് തരുന്നു, നമ്മൾ അഭിനയിക്കുന്നല്ലേ? ജീവിതത്തിൽ എന്നൊക്കെ പറയുമ്പോ ചതിക്കായിരുന്നല്ലേ ഇത്ര നാളും? ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് വെറുതെ പോയി. എന്നെ ചതിക്കായിരുന്നല്ലേ? കറുത്ത കയ്യെ പിടിക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവിടെ വെച്ച് പിടിക്കുകയും ചെയ്ത് ഞാൻ ഇതിന് മൊത്തം പിടിച്ചോണ്ട് പൊക്കോളൂ. അങ്ങനെ കാണിക്കൂ. ഇടാ കരിപുരണ്ട ജീവിതം ഇതൊക്കെ വെറുതെയാണ്. നീ കറുപ്പ് കൊണ്ടിട്ട് ഒരു കാര്യം. കറുപ്പിനെ കളിയാക്കരുത്. ഞാൻ പറഞ്ഞു കേട്ടോ, കറുപ്പിനെ അങ്ങനെ ആരും കളിയാക്കണ്ട. അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ടോ? കറുപ്പിനെ കളിയാക്കരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ലക്ഷങ്ങൾ വില മതിക്കണം ആന. കറുത്തല്ലേടാ ഇരിക്കണത്? കറുത്തല്ലേ? പക്ഷെ ആനക്ക് കൊമ്പുണ്ട്, അതിനാണ് വില. ആണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി കറുത്തല്ലേ ഇരിക്കണം? കണ്ണിന് ചുറ്റുമുള്ളത് വെളുത്തിട്ടല്ലേ? ഞാൻ വേറെ സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. പാല്, നമ്മൾ കുടിക്കുന്ന പാല്, അത് വെളുപ്പല്ലേ? കറക്കാമന്റെ അണ്ണാച്ചി കറുത്താണല്ലോ. ആണോ? ഇത് കറക്കാമന്റെ അണ്ണാച്ചി കറുത്തല്ലേ? അപ്പൊ നീ അങ്ങനെ കളിയാക്കണ്ട. കറുപ്പിലും വെളുപ്പിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സ് നന്നായിരിക്കണം. അതെ, മനസ്സിലായില്ലേ? മനസ്സ് നന്നായാ മതിയല്ലേ? മനസ്സാണ് എല്ലാത്തിനും. നല്ലൊരു മനസ്സുണ്ടായത് എനിക്കറിയാ. ഇത് പിന്നെ എന്റെ വൈഫിനെ അറിഞ്ഞുകൂടാ. അവക്കറിയാൻ എന്നെ കളിയാക്കുവോ? ശരിയാണ്. ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാ ഒരു കാര്യം ചെയ്യോ, ഒന്ന് തരം കിട്ടിയാൽ ഒന്ന് വീട്ടിൽ വരെ വരുമോ? അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവന്റെ പ്രശ്നം തീർന്നല്ലോ. ഒരു സിനിമാടി എന്ന് പറയുമ്പോ അതിനൊരു ഉണ്ടാവില്ലോ. ഒരു കുടുംബം നന്നാൻ വേണ്ടിയല്ലേ? പറയോ പ്ലീസ്.
ഞാൻ വരാം. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറ, ഞാൻ അതുവഴി വരുമ്പോ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇതിലൊന്നും ഒരു കാര്യമില്ല. മനസ്സാണ് വലുതാണ്. ഞാനൊന്ന് കൗൺസിൽ ചെയ്യാം. മനസ്സിനാണ് സൗന്ദര്യം. വന്ന വഴിക്ക് എന്റെ വീടിന് നേരെ തൊട്ടപ്പുറത്തൊരു വീടുണ്ട്, സുശീല. അവരോടും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. അല്ല, വന്ന വഴി ഒന്ന് പറഞ്ഞേക്ക്. പിന്നെ ഇപ്പുറത്തെ ഒരു ഷീലയുണ്ട് അതിനപ്പുറത്ത്, അവരോടും കൂടെ ഒന്ന് പറഞ്ഞു. അല്ല, അവരോടൊക്കെ എന്തിനാ പറയുന്നേ? എത്ര നാളെ അവരുടെ പുറകെ കിടക്കണം, ആരും എന്നെ അംഗീകരിക്കണല്ലോ. ആ നീ എന്റെ പെങ്ങളെ നാട്ടുകാരെ മൊത്തം ലൈൻ വലിച്ചോണ്ട് നടക്കണം. അപ്പൊ പിന്നെ ഷീലനെ നീ വെളിയിറങ്ങണം, നിന്റെ ശീല. അത് ഞാൻ പോയിട്ട് കൊടുത്തോളാം. അതിനാളി അങ്ങനെ പറഞ്ഞു. ഷീലനെ ഉപേക്ഷിക്കാം. ബിസ്ക്കറ്റ് പിന്നെ ഒരു 2 പ്രാവശ്യം അടിക്കാം.